അപ്പോൾ ഇന്നൊരു നൈറ്റ് കുക്കിംഗ് കണ്ടാലോ. അപ്പം നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊരു ബിരിയാണിയും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് അരി ഉണ്ടായിരുന്നു, ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബിരിയാണി അരി വെക്കുന്നതിന് നമ്മൾ അരി ഇച്ചിരി നേരം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഏലക്ക, കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മസാലക്കൂട്ടിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ, അതിൽ നിന്ന് ഓരോന്ന് ഇടുക. പിന്നെ ഇവിടെ കരിക്ക് കിട്ടിയായിരുന്നു, പിന്നെ ഞാൻ ഇച്ചിരി കഴിക്കുക, അതിൽ നിന്ന് ഞങ്ങൾ ഇച്ചിരി കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മാറ്റി വെക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞ് ഇപ്പം നല്ല ഉറക്കമാണ്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എണീക്കാം. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ വേണ്ടി കഴുകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചെറിയുള്ളിയുടെ തൊലിയൊക്കെ കളയുന്നുണ്ട്. പിന്നെ ഇച്ചിരി സവോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും കൂടി ഉണ്ടെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ തണുപ്പ് കിട്ടാനും ഒക്കെ ചെറിയുള്ളി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ചെറിയുള്ളി കറിക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വറക്കാനുള്ള ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തേക്കുള്ള ദോശയ്ക്ക് വേണ്ടി നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് അരയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കാത്തുവിന് ചെറിയൊരു പെടലി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാത്തു ഭയങ്കര കരച്ചിലായിരുന്നു, അപ്പോൾ അവൾക്കൊരു പെടലി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞ് എണീറ്റ് കേട്ടോ. പിന്നെ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അപ്പം അവിടുത്തെ കുഞ്ഞുമക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം കുഞ്ഞായിട്ട് ഞങ്ങൾ അടുക്കളയിലോട്ട് പോയിട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടോ. ചിക്കൻ കറി കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞിക്ക് കുറച്ച് മുന്തിരിയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് കഴിക്കത്തൊന്നുമില്ല, ഇച്ചിരി ചാറ് മാത്രം കൊടുക്കും. അത് നമ്മുടെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മായിട്ട് ചുമ്മാ സെറ്റപ്പ്, അതായത് ഈ മറ്റേ എസൻസ് കിട്ടുമല്ലോ, നമ്മുടെ പൈനാപ്പിൾ എസൻസും മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യും ഒക്കെ ഒഴിച്ച് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു ചിക്കൻ കാലും വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കനും ബിരിയാണി റെഡി ആയിട്ട്